സത്യപ്രതിജ്ഞയ്ക്കെത്തിയ വി.ഡി. സതീശന്റെ മകളെ കൂകി തോൽപ്പിച്ച് നാറ്റിച്ച് നാണം കെടുത്തി കോൺഗ്രസ് പ്രവർത്തകർ. അത്രയെങ്കിലും അവർ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചാൽ ചെയ്യണം. നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് ഞാനല്ല പറയുന്നത്, ജനം ഒന്നടങ്കം പറയുന്നുണ്ട്. ഇനി വി.ഡി. സതീശന്റെ മകൾ എന്ന് പറയുന്നത് വി.ഡി. സതീശന്റെ യഥാർത്ഥ മകളല്ല. യഥാർത്ഥ മകൾ കൃത്യമായി അച്ഛൻ എന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി ബോധ്യപ്പെട്ട് ജീവിക്കുന്ന, വൈറലാകാൻ വേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിക്കാൻ മുതിരുന്ന ഒരു ആളായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പൊതുവേദികളിലൊന്നും സതീശന്റെ കുടുംബത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരു അച്ചടക്കത്തോടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കുടുംബം എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന്റെ കുടുംബം ജീവിക്കുന്നത്. വി.ഡി. സതീശൻ പിതൃതുല്യനാണ് എന്ന് പറഞ്ഞ രംഗത്തെത്തിയ ഒരു CPM-കാരന്റെ മകളുണ്ട്, റിനിയാൻ ജോർജ്. റിനിയാൻ ജോർജിന് എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങൾ മറക്കുമെന്ന് തോന്നില്ല. ഇനി ആരൊക്കെ മറന്നാലും രാഹുൽ മാങ്കൂട്ടം മറക്കുമെന്ന് തോന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ, പാലക്കാട് നിന്ന് ജയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയാകേണ്ട ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ആർജവത്തോടെ ജനങ്ങളെ കൃത്യമായി ജനപ്രീതിയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നേതാവായി രാഹുൽ മാങ്കൂട്ടം മാറിയിരുന്നു. അതിനിടയ്ക്കാണ് റിനി, ഇതൊക്കെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കാം, അതിനിടയ്ക്കാണ് ഈ വി.ഡി. സതീശനെ പിതൃതുല്യനായി കാണുന്നു എന്ന് പറഞ്ഞ റിനിയാൻ ജോർജ് ഒരു സിനിമയിലെങ്ങാണ്ട് അഭിനയിച്ചു വൈറലാവാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിഴുങ്ങി നിൽക്കുമ്പോഴാണ് എന്നാ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, അന്ന് രാഹുൽ മാങ്കൂട്ടം കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പോ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ആളാവാം, വൈറലാവാം എന്നൊക്കെ വിചാരിച്ച ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ഒരു യുവ നേതാവിന്റെ പേര് പറയുന്നു, ഹൂ കെയേഴ്സ്. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ വന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടം ഹൂ കെയേഴ്സ് എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോ അത് ഇന്റർവ്യൂവിൽ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് തന്നെ സമീപിച്ചിരുന്നു, തന്നെ ലോഡ്ജിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുന്ന റിനിയെ പിന്നെ CPM-കാർ എല്ലാ വേദിയിലും റിനിയെ കൊണ്ട് നടക്കുന്നു. CPM-കാർ ഈ വേദിയിൽ കൊണ്ട് നടന്നതിന്റെ ഫലമാണ് ഇപ്പോ ഈ ദയനീയമായി തോറ്റു തുന്നമ്പാടി പിണറായിയുടെ മുതുമുത്തച്ഛന് വരെ സഹാക്കൾ വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും റിനിയെ കെട്ടി ആഘോഷിച്ചു കൊണ്ട് നടന്നു. സ്ത്രീ സമത്വ വേദികളിലും സ്ത്രീ സംരക്ഷണ വേദികളിലുമൊക്കെ നിറഞ്ഞ ഒരു ഹീറോയിനായി റിനി മാറി. ചാനലുകളെല്ലാം റിനിയുടെ പുറകെ, റിനി എന്ത് പറയുന്നു എന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ നാളെ തൂക്കിക്കൊല്ലുമോ, അത് റിനിയുടെ വായിൽ നിന്നാണ് വീഴേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടത്തിയത്. പക്ഷെ ഈ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അസൽ സഹാവിന്റെ പണി റിനി കാണിച്ചു. സഹാക്കൾക്ക് വേണ്ടി മാത്രമേ റിനി പ്രവർത്തിച്ചുള്ളൂ. ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയും റിനി പ്രവർത്തിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, പിതൃതുല്യൻ എന്ന് പറയുന്ന സതീശന് വേണ്ടി, വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാനോ ഒരു വാക്ക് എഴുതാനോ റിനി തയ്യാറായില്ല എന്നുള്ളതാണ്. റിനിയും വിചാരിച്ചു അവിടെ ഇവിടെയും വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്നത് പോലെ ഞാൻ കോൺഗ്രസിന്റെ ആളാണ്, CPM-ന്റെ ആളാണ് എന്ന് വരുത്തി തീർക്കാം, എന്നിട്ടിങ്ങനെ ആളുകളുടെയൊക്കെ മുന്നിൽ വലിയ ആളായി ഇങ്ങനെ നിൽക്കാം. റിനിയെ പിന്നെ എന്താ പറയുക, ഈ പല ഇന്റർവ്യൂസിന് വിളിക്കുന്നു, പല ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നു. റിനി കേരളത്തിലെ താരമായി. എന്തിനാണ് താരമായത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇന്നലെ അതേ വേദിയിൽ രാഹുൽ മാങ്കൂട്ടവും വന്നു. മുൻ MLA ആണ് അദ്ദേഹം. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ കേസിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം ഇന്നലെ പാർട്ടി 3.5 കോടി ജനങ്ങളെ അദ്ദേഹം വിളിച്ചു. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും, അതുകൊണ്ട് ഞാനും വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നത്. പക്ഷേ ഒരുപാട് പേർ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും, കുത്തി നോവിക്കാൻ ശ്രമിച്ചെങ്കിലും, പച്ചയ്ക്ക് കത്തിക്കാൻ ശ്രമിച്ചപ്പോഴുമെല്ലാം ആർജവത്തോടെ, ചിരിച്ച മുഖത്തോടെ, ഉറച്ച നിലപാടുകളോടെ നിന്ന രാഹുൽ മാങ്കൂട്ടം ഇന്നലെ സത്യപ്രതിജ്ഞാ വേദിയിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഒരു ആവേശകരമായ കയ്യടി, ഉജ്ജ്വലമായ സ്വീകരണം, അത് ജനങ്ങൾ കൊടുത്ത സ്വീകരണം, അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരുപാട് പേർ അവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയും,
രണ്ട് കൈയും കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാകും. ഒരു കൈ കൊട്ടിയാൽ സൗണ്ട് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ പോയവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, ചെന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഈ വിവാഹിതയായതിനു ശേഷം ഭർത്താവിനെ ചതിച്ച് വഞ്ചിച്ച് വിവാഹത്തിനാകാത്ത ഒരു പുരുഷനോടൊപ്പം പോയി കിടക്ക പങ്കിട്ടതിലൊന്നും ഒരു പ്രശ്നവുമില്ല. രാഹുൽ മാങ്കൂട്ടം വിളിച്ചു, അതാണ് പ്രശ്നം. അങ്ങനെ കോടതിക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോടതി അതിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം സത്യപ്രതിജ്ഞാ വേദിയിലെത്തി നിറഞ്ഞ കൈയടികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം തീർച്ചയായും അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരും. അദ്ദേഹത്തിന് ഒരു നാടിനെ നയിക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും കരുത്തുമുള്ളതാണ്. ഈ ചാണ്ടി ഉമ്മനെയൊക്കെ പോലെ, ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി ഇദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി എന്താ പറയുക, സിമ്പിളായി കൈകാര്യം ചെയ്യുന്ന, സിമ്പിളായി കാര്യങ്ങളെ ഏറ്റവും സിമ്പിളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതിലൂടെ ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ. വളരെ അപൂർവം നേതാക്കളെ നമുക്ക് അങ്ങനെ കിട്ടൂ. അതിൽ 1-2 പേരാണ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം, ചാണ്ടി ഉമ്മൻ, അങ്ങനെ കുറച്ച് നേതാക്കൾ. അപ്പോ തീർച്ചയായിട്ടും അത്തരം ഒരു നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തെ തേജോവധം ചെയ്യാൻ ശ്രമിച്ച, രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, പലയിടത്തും ഓടി നടന്ന് ഇന്റർവ്യൂ ഇട്ട, ഫേസ്ബുക്കിലൊക്കെ എന്തോ സംഭവമാണെന്ന് എഴുതി തീർത്ത കുറെ മാധ്യമ പ്രവർത്തകർ അടക്കം ഇവിടെയുണ്ട്. അവർക്കൊക്കെ മുഖത്തടിച്ചതുപോലെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വരവ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ജനവിധി കേരളം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തും കോൺഗ്രസിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒക്കെ പല കാര്യങ്ങൾ, വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഹാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി, അതിന്റെ ഒക്കെ താഴെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് സൈബർ ഇടത്തിലെ വെട്ടിക്കിളികൾ വളരെ മോശമായ രീതിയിൽ കമന്റുകൾ ഇട്ട രംഗത്തെത്തിയിരുന്നു. പക്ഷെ എങ്കിലും ആർജവത്തോടെ കോൺഗ്രസിനെ ജയിപ്പിക്കാനായി തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് തന്നെ പറയും. ഇത് കേൾക്കുന്ന പലരും പറയും, ആ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഒരു ലൈംഗിക ആരോപണ കേസിലെ പ്രതിയാണ്, പല സ്ത്രീകളെയും ഒരു എന്താ പറയുക ഭ്രൂണഹത്യ വരെ നടത്താൻ പ്രേരിപ്പിച്ച ഒരു ആളാണ് എന്നൊക്കെ ഒരുപക്ഷെ പറയുമായിരിക്കാം. ചിലപ്പോൾ വലിയ തെറിവിളികളായ കമന്റുകളൊക്കെ വരുമായിരിക്കാം. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മള് ഇപ്പൊ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയത്തിലാകുന്നു, സ്നേഹബന്ധത്തിലാകുന്നു, അതിനുശേഷം അവർ ശാരീരികമായി ബന്ധപ്പെടാൻ പോകുകയാണ് എങ്കിൽ ആ ബന്ധം രണ്ടുപേർക്കും അതായത് രണ്ടുപേരും ആ ബന്ധത്തിന് ഇമ്പോർട്ടന്റ് കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ പുരുഷൻ വിളിച്ചാൽ ആ ബന്ധത്തിന് ഇമ്പോർട്ടന്റ് ഇല്ലെങ്കിൽ ആ സ്ത്രീ പോവില്ല. ആ സ്ത്രീ പോകണമെങ്കിൽ ആ പുരുഷനോട് അത്രയും സ്നേഹവും അത്രയും വിശ്വാസവും അത്രയും കരുതലും ആ സ്ത്രീക്ക് ഉണ്ടാകണം. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്ന് എനിക്കറിയില്ല. പിന്നെ ഭ്രൂണഹത്യ, ഒരു കുഞ്ഞ് വയറിൽ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെന്റിമെന്റ്സ് ഉണ്ടാവുന്നത് അമ്മയ്ക്കാണ്. സ്വാഭാവികമായി, കാരണം ഒരു കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കിയാൽ മരണം വരെ ഒരമ്മയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ വേദന മാറില്ല. മരിക്കുന്നത് വരെ ആ വേദന ഒരു അമ്മയുടെ മനസ്സിൽ ഉണ്ടാകും. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, നമ്മൾ കളിക്കും ചിരിക്കും എല്ലാം ചെയ്താലും നമ്മുടെ മനസ്സിൽ ആ വേദന വന്നുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. നമുക്ക് അങ്ങനെ ചെയ്യണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്കത്, നമ്മളെ ആരും നിർബന്ധിച്ചത് ചെയ്യിക്കില്ല. ഇനി ആരൊക്കെ നിർബന്ധിച്ചാലും നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ്. നമ്മൾ ആശുപത്രിയിൽ പോയി നമ്മൾ ഡോക്ടറെ കണ്ട് നമുക്കിത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ കഴിയൂ. നിർബന്ധിച്ച് നമ്മുടെ മയക്കിയൊന്നും ആർക്കും അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും സാമാന്യ ബുദ്ധിയോടെ ചിന്തിച്ചാൽ മതി. ഈ കാണിക്കുന്ന നാടകങ്ങൾക്കൊക്കെ അതിന്റെ പിന്നിലൊക്കെയുള്ള പിന്നെ എന്താ പറയുക, വൈരാഗ്യ ബുദ്ധികൾ, അതിന്റെ പിന്നിലെ ലക്ഷ്യം, ഗൂഢാലോചന എന്താണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും റിനി തോറ്റു തുന്നം പാടി എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസുകാർ, രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്നവരൊക്കെ ഇനിയാണ് കളി തുടങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിനിയെ വെല്ലുവിളിച്ചു. റിനിക്ക് അയച്ച മെസ്സേജുകൾ പുറം ലോകത്തെ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ റിനിക്ക് ധൈര്യമുണ്ടോ? അതിനുശേഷം നമ്മൾ ആരും റിനിയെ കണ്ടിട്ടില്ല. റിനിയോട് ഇപ്പോഴും പറയുകയാണ്, ധൈര്യമുണ്ട് എങ്കിൽ കൂടെ കിടക്കാൻ രാഹുൽ മാങ്കൂട്ടം വിളിച്ചതിന്റെ മെസ്സേജ് അടക്കം പുറത്തുവിടാൻ റിനിക്ക് ധൈര്യമുണ്ടോ?